ഹിജാബ് ഇടുമ്പോൾ ഇത്രേ കാണത്തുള്ളല്ലോ, നെറ്റിയും കാണത്തില്ല. ഇവരെ കുറച്ചിങ്ങനെ വലിച്ചു വെച്ചിരിക്കുമല്ലോ, ചുണ്ടലിയുടെ ചുണ്ട് പോലെ. അത് കറക്റ്റാ, അത് ഇത്ത പറഞ്ഞ ഭയങ്കര കറക്റ്റാ. ഞാൻ ഫോട്ടോ ഇട്ടത് അത് നോക്കിയതാ, അതുപോലെ ഇങ്ങനെയാണ്. ഇങ്ങനെ ചുണ്ടലിന്റെ ചുണ്ടലിയും അതിന്റെ ചുണ്ടലിന്റെ ചുണ്ടും മറ്റേ കുണ്ടിയൊക്കെ പോലെ ഇങ്ങനെയൊക്കെ വലിച്ചു വെക്കും. ഇങ്ങനെയൊക്കെ ഇതാണ് സത്യാവസ്ഥ. ഫോട്ടോ കണ്ട് ബോധ്യപ്പെട്ടല്ലോ, 1-2 ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പാടില്ല, അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണോ ഫോട്ടോസ് നിങ്ങൾ ഇടുന്നത്? ഇതാണോ നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോസ്? വളരെ മോശം കേട്ടോ, ഭയങ്കര മോശമായിപ്പോയി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഉണ്ടല്ലോ, നമ്മുടെ അസുരവധം എന്നൊക്കെ പറയില്ല, അതുപോലെ നമ്മുടെ കാമിവധം നമ്മളിതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാക്കി വെച്ചാൽ മതി. അപ്പം നമ്മുടെ കാമി മോള് ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഇങ്ങനെ ഇട്ടുള്ളത്, മുസ്ലിം സ്ത്രീകൾ ജിഹാബ് വലിച്ചെറിയേണ്ടി വരും ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ. ഇതായിരുന്നു അതിൻ്റെ. ഞാൻ കാമി പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടോ, അങ്ങനെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഒരുമാതിരി ക്ലോസറ്റിൽ നിന്ന് തീട്ടം വരുന്ന പോലെ, അത് നടക്കില്ല. അപ്പം ഇതാണ് നമ്മുടെ കാമിയുടെ തംബ്നെയിൽ. അതിന് എന്താണ്, മോദി മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് തുടങ്ങി. എൻ്റെ അമ്മേ, മുസ്ലിങ്ങളെ തീർത്ത് കളയോ മോദി? എന്താ മോദി തൂറി തീർക്കുമോ മുസ്ലിങ്ങളെ? അല്ല, അറിയാത്തോണ്ട് വെച്ചാട്ടോ, അത് വിട്ടേക്ക്. അപ്പം സംഭവത്തിൻ്റെ ആസ്പദമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ആധാർ കാർഡിലുണ്ടല്ലോ, ഹിജാബ് ധരിച്ച ഫോട്ടോയ്ക്ക് വിലക്കുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ പല സ്ഥലത്ത് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ആയിരുന്നു, ഹിജാബ് ധരിച്ചുള്ള ഫോട്ടോ ആധാറിൽ വേണ്ട, ചെവിയും നെറ്റിയും വ്യക്തമാക്കണം, അക്ഷയ പ്രൊജക്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി ആധാർ അതോറിറ്റി. ഇതാണ് ന്യൂസ്. അപ്പം ഈ ന്യൂസ് അങ്ങ് വന്നപ്പം ഏതോ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ന്യൂസ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോമഡി. നമ്മുടെ കാമിമോക്ക് അങ്ങോട്ട് കയറിയ സമയത്ത് അങ്ങോട്ട് വീഡിയോ ഇട്ടു. ഞാൻ വീഡിയോ എന്താണെന്നാണ് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കണം കേട്ടോ നിങ്ങൾ. ഇസ്ലാം മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം? അതാണ് ആധാർ കാർഡില് ഹിജാബ് ധരിച്ച ഫോട്ടോകൾ പാടില്ല എന്ന് ആധാർ അതോറിറ്റി അറിയിക്കുന്നു. ഫോട്ടോയില് മുഖം വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകൾ നിരസിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആധാർ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഇത് ചെറിയ പ്രഹസനങ്ങളൊന്നുമല്ല ഉണ്ടാക്കുക. ഇത് ചെറുതോ, ഇത് വലുതല്ലേ? വലിയ പ്രഹസനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പ്രഹസനം നമ്മുടെ കാമിമോളതായിപ്പോയിന്ന് മാത്രം. ഇനി ഈ പ്രഹസനം പ്രസവിച്ച കാമിമോളുടെ പ്രസവം നമ്മളുടെ നിർത്തി കൊടുക്കുന്നുണ്ട്. കേക്ക് ബാക്കി. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ വലിയ രൂപത്തിൽ ഹർത്താലുകളും പ്രതിഷേധങ്ങളും ഒക്കെ കാണും. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടോ, ഈ കാര്യത്തിന്റെ പേരിലെ പ്രതിഷേധങ്ങളും ഹർത്താലും ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പൊട്ടിച്ചിരിക്കും. ഒക്കെ ടെൻഷനൊക്കെ ഉള്ളവർ കണ്ടു വെക്കട്ടോ. ബാക്കി നമ്മളിങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ നമ്മൾ ഈ വാദം. മതത്തെയല്ലേ ബാധിക്കുന്നത്? മതത്തിന് ഏൽക്കുന്ന വലിയ രൂപത്തിൽ ഒരു സ്ക്രാച്ച് അല്ലേ അത്? അതുകൊണ്ട് അവരത് അനുവദിക്കില്ല. നിർദ്ദേശം ലംഘിച്ചാൽ ആധാർ ഓപ്പറേറ്റർക്ക് 1 വർഷം സസ്പെൻഷൻ. ആ പാവം എന്ത് ചെയ്തു? ഇത് അനുവദിക്കരുത് എന്നുള്ളതാണ് അതിന്റെ നിർദ്ദേശം. സത്യത്തിൽ ഈ പാവങ്ങൾ ഇതൊക്കെ വല്ല അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള അതിനേക്കാൾ വലിയ കോമഡി. ഈ കോമഡിയുടെ ഒക്കെ അവസാനം കാണു. തന്നെയുമല്ല, പിഴയുമുണ്ട്, ശിക്ഷ. അപ്പോൾ ഈ ആധാർ ഓപ്പറേറ്റർമാർ കൃത്യമായ രൂപത്തിൽ ജനങ്ങളിലേക്ക് ഒരു ഉദ്ബോധനം എന്ന വണ്ണം ഇത് എത്തിക്കണം. അതാണ് അവരുടെ ബാധ്യത. അതുകൊണ്ടാണ് അവർക്ക് പിഴയും സസ്പെൻഷനും ഒക്കെ അനുവദിച്ചിരിക്കുന്നത്. ആധാർ അതോറിറ്റി സംസ്ഥാന അധികൃതർ നൽകിയ നിർദ്ദേശം അക്ഷയ പ്രോജക്റ്റ് അധികൃതരാണ് സംരംഭകരിലേക്ക് കൈമാറുന്നത്. ആധാറിനായിട്ട് നൽകുന്ന ഫോട്ടോയില് ചെവിയും നെറ്റിയും വ്യക്തമായിരിക്കണം എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇപ്പം ഹിജാബ് ഇടുമ്പോൾ ഇത്രേ കാണത്തുള്ളല്ലോ, നെറ്റിയും കാണത്തില്ല. ഇവരെ കുറച്ചിങ്ങനെ വലിച്ചു വെച്ചിരിക്കുമല്ലോ, ചുണ്ടലിയുടെ ചുണ്ട് പോലെ. അത് കറക്റ്റാ, അത് ഇത്ത പറഞ്ഞ ഭയങ്കര കറക്റ്റാ. ഞാൻ ഫോട്ടോ ഇട്ടത് അത് നോക്കിയതാ, അതുപോലെ ഇങ്ങനെയാണ്. ഇങ്ങനെ ചുണ്ടലിന്റെ ചുണ്ടലിയും അതിന്റെ ചുണ്ടലിന്റെ ചുണ്ടും മറ്റേ കുണ്ടിയൊക്കെ പോലെ ഇങ്ങനെയൊക്കെ വലിച്ചു വെക്കും. ഇങ്ങനെയൊക്കെ ഇതാണ് സത്യാവസ്ഥ. ഫോട്ടോ കണ്ട് ബോധ്യപ്പെട്ടല്ലോ, 1-2 ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പാടില്ല, അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണോ ഫോട്ടോസ് നിങ്ങൾ ഇടുന്നത്? ഇതാണോ നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോസ്? വളരെ മോശം കേട്ടോ, ഭയങ്കര മോശമായിപ്പോയി. ബാക്കി പറ, കേക്കട്ടെ. അപ്പൊ ആ ഫോട്ടോയ്ക്കകത്ത് ചെവിയും കാണുന്നില്ല, നെറ്റിയും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആദ്യം മുഖം മറയ്ക്കുന്നത് ഒഴിവാക്കി, പിന്നീട് ഇതു
അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയണമല്ലോ. ആധാറുമായി ബന്ധപ്പെട്ട ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് തടയാൻ മുഖം പൂർണ്ണമായും വ്യക്തമാക്കുന്ന ഫോട്ടോ അനിവാര്യമാണ് എന്നാണ് ആധാർ അതോറിറ്റിയുടെ അറിയിപ്പ്. ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖം മുഴുവനും വ്യക്തമായാൽ കുഴപ്പമില്ല. ഇതുവരെ മുഖം മാത്രം വ്യക്തമായാൽ മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ചെവിയും കൂടി കാണണം, നെറ്റി. പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തലപ്പാവ്, തൊപ്പി ഇതൊക്കെ ഫോട്ടോയ്ക്ക് അനുവദനീയമാണ് എന്ന് നേരത്തെ വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഈ രൂപത്തിൽ ചെവിയും നെറ്റിയും ഒന്നും കാണാത്ത രൂപത്തിൽ അയച്ചിരിക്കുന്ന ഫോട്ടോകളൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ ബാബു പനമ്പിള്ളി, ആളുകളെ തിരിച്ചറിയണം. ഇവർക്ക് എന്താണ് വ്യക്തിത്വം ഹൈഡ് ചെയ്യേണ്ടുന്നതിന്റെ ഒരു അനിവാര്യത? പാസ്പോർട്ടിൽ ഇവരുടെ മുഖം കാണാൻ പാടില്ല, റേഷൻ കാർഡിൽ ഇവരുടെ മുഖം കാണാൻ പാടില്ല, വോട്ടർ ഐ ഡിയിൽ കാണാൻ പാടില്ല, ആധാർ കാർഡിൽ കാണാൻ പാടില്ല. ഇവര് പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് ഇവിടെ ജീവിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും തങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ അനുസരിക്കില്ല എന്നല്ലേ ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി നമ്മുടെ ഈ പബ്ലിക് ക്ലോസറ്റിന്റെ, അതായത് നമ്മുടെ കാമിതയുടെ ഇത്രയും നേരത്തുള്ള നിങ്ങളുടെ എന്താ പറയുക കേട്ടല്ലോ, പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ കക്കൂസിലെ തീട്ടം പോലെ നിങ്ങൾ കേട്ടല്ലോ എല്ലാവരും. ഇനി ഇങ്ങനൊരു സംഭവം ശരിക്കും ഉണ്ടായോ എന്ന് നമുക്ക് അറിയണ്ടേ? നമ്മുടെ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി മാത്രമല്ലല്ലോ ലോകത്തുള്ളത് അല്ലേ? നമ്മുടെ ബാക്കി പത്രങ്ങളും നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ആധാർ അതോറിറ്റിയൊക്കെ എന്താണ് പറഞ്ഞത് ഒക്കെ ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാമിമോക്ക് ആരോ നമ്മുടെ മോദി വാട്സപ്പിൽ ഇത് അയച്ചു കൊടുത്തു. കാമിമോൾ വെച്ചങ്ങ് കാച്ചി ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് ഭയങ്കര നാട്ടിൽ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ നാട്ടിൽ ഹർത്താൽ വരും, നാട്ടിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും, മുസ്ലിങ്ങൾ അടങ്ങിയിരിക്കില്ല, മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുക. അതായത് മുസ്ലിങ്ങളെ പറയണം, മുസ്ലിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറ്റത്തരം നമ്മുടെ ഈ പുഴുത്ത നാക്കുകൊണ്ട് പറയണമെന്ന് മാത്രമേ നമ്മുടെ കാമിമോക്കുള്ളൂ. അപ്പം ഇനി നമ്മൾ കാമിമോട് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് എടുത്ത് നോക്കാം. നമ്മുടെ മനോരമ ഓൺലൈൻ ഫാക്ട് ചെക്ക് നമ്മൾ പോയി, അങ്ങനെ നമ്മൾ വൈറൽ ഫാക്ട് ചെക്ക് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് ഇട്ട് തരും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫാക്ട് ചെക്കിലെ വാർത്ത ഇങ്ങനെ കേട്ടോ: ആധാർ കാർഡിൽ ഹിജാബ് ധരിച്ച ഫോട്ടോയ്ക്ക് വിലക്കുണ്ടോ? അതാണ് ഫാക്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഈ 24-ന്റെ ഒരു എന്താ പറയുക ന്യൂസിൻ്റെ ഒരു കട്ടൗട്ടൊക്കെ വെച്ചിട്ടാണ് ഇവന്മാരിത് തള്ളി വിടുന്നത്. അങ്ങനെ നമ്മളതിങ്ങനെ എന്താ പറയുക അതിൻ്റെ ഇത് ഓപ്പൺ ചെയ്തു, നമ്മളത് വായിച്ചെത്തു. ഞാൻ വായിച്ചു കേൾക്കാം, നിങ്ങൾ കേട്ടിട്ട് പോവാം. ആധാർ കാർഡിൽ ഹിജാബ് ധരിച്ചുള്ള ഫോട്ടോ ഇനി മുതൽ അനുവദിക്കില്ല എന്നും ആധാർ അതോറിറ്റി ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറത്തിറക്കിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു വാർത്താ കാർഡ് ഉൾപ്പെടെ 24-ന്റെ. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, അതിലൊരു അന്വേഷണം നടത്തും. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വരുന്നത്. നിരവധി പേര് ഈ ചിത്രങ്ങൾ ഇങ്ങനെ പല സ്ഥലത്ത് പങ്കുവെച്ചിട്ട് പോകുന്നുണ്ട്. അതായത് മുസ്ലിങ്ങളെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ ഈ ശിരോവസ്ത്രം ധരിച്ചുള്ള സ്ത്രീകളാണ് ഈ ചിത്രത്തിൽ മൊത്തം ഉള്ളത്. മൊത്തം അങ്ങനത്തെ ഫോട്ടോസല്ലേ വെക്കുള്ളൂ. നമുക്ക് അതാണല്ലോ, നമുക്ക് ഈ ഹേറ്റ്, അതായത് മുസ്ലിം ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത സ്പ്രെഡ് ചെയ്യുക എന്നാണല്ലോ നമ്മുടെ കാമിയുടെ കൂട്ടരുടെയും ഒരു ഉദ്ദേശം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ വരുന്നത്. അങ്ങനെ ഒരു കുറേ ഹിജാബ് ഇട്ട പെണ്ണുങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ഇവരെയാണ് നമ്മുടെ ആധാർ അതോറിറ്റി പുറത്താക്കിയത്, അല്ലെങ്കിൽ ഇവരെയാണ് തിരിച്ചു വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ സകലമാന സംഘിക്കുട്ടന്മാരിത് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഫോട്ടോയുടെ കീവേഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത്, അതായത് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു ഈ ആധാർ അതോറിറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഉത്തരവുകളും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല. നമ്മൾ ജാമിക്കുട്ടി എന്താ പറഞ്ഞത്? ജാമിക്കുട്ടി പറഞ്ഞത് എന്താണ്? അതായത് ആധാർ അതോറിറ്റി ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോലി പോവും, അവർക്ക് സസ്പെൻഷൻ കിട്ടും, അവർക്ക് പിഴ കൊടുക്കും, അവരത് ചെയ്യും, ഇവരെ ചെയ്യും, മുസ്ലിങ്ങളെല്ലാവരും കൂടെ ഇളകിയിരിക്കുകയാണ്. അങ്ങനെ സംഭവം, ഇങ്ങനൊരു ഉത്തരവ് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ടില്ല. അതാരാ പറഞ്ഞത്? ഇത് ഇവിടെ ഇത് ചെക്ക് ചെയ്യേണ്ട സ്ഥലം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ചെക്ക് ചെയ്യേണ്ടത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവിടെ ചെന്ന് വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശങ്ങളും അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ മുഖത്തിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോഴൊന്നും കൊടുത്തില്ല. 2010 അപ്പോഴാണ് ഇവർ അന്ന് റിവേഴ്സ് ചെയ്തത് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അന്ന് കൊടുത്തിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് അതിൻ്റെ താഴത്തുണ്ട് കേട്ടോ. എടുക്കുന്ന ഫോട്ടോയിൽ മുഖം വ്യക്തമായിരിക്കണം എന്ന് ഫർദ
ഷൂഗട്ട് പോലെയുള്ള എന്താണ് ഗുംഗട്ട് എന്താ എനിക്കറിയില്ല, അങ്ങനെ എന്തോ സാധനമുണ്ട് പോലെയുള്ള ശിരോവസ്ത്രം ധരിച്ച് മുഖം മറച്ചിട്ടുള്ളവർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മുഖം വ്യക്തമായി കാണിക്കണം എന്നും 2010 ആധാർ അതോറിറ്റി ഉണ്ട്, അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മതാചാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മുഖം മൊത്തം വ്യക്തമായി കാണണം, ഈ പറഞ്ഞ ചെവി താടി ഇതൊക്കെ കാണിക്കണം എന്നുള്ളത് 2010 ഓർഡറാണ്. അതല്ലാണ്ട് പുതിയൊരു ഓർഡറും വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഷോർട്ട് കട്ടിൽ എന്താ പറഞ്ഞതെന്ന് അറിയോ? അത് ആക്സസറീസ്, നമ്മളിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആക്സസറീസ് എന്നുള്ള വിഭാഗത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. യൂസ് ഓഫ് ആക്സസറീസ് ദാറ്റ് കവർ എനി റീജിയൻ ഓഫ് ദ ഫേസ് ഈസ് നോട്ട് പെർമിറ്റഡ്. നമ്മുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ആക്സസറീസ് നമ്മുടെ മുഖത്തിനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോട്ട് പെർമിറ്റഡ് ആണ്, പെർമിറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, വുമൺ ഇൻ പർദ വുഡ് ഹാവ് ടു റിവീൽ ദ ഫുൾ ഫേസ് ബിഫോർ ദ ഫോട്ടോഗ്രാഫ് ഈസ് ടേക്കൺ. സിമിലർലി വുമൺ ഇൻ ഗൂഘട്ട് എന്ന് പറഞ്ഞാൽ എന്ത് സാധനം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഗൂഘട്ട് വുഡ് ഹാവ് ടു ക്ലിയർലി റിലീവ് ദ ഫുൾ ഫേസ് ബിഫോർ ദ ഫോട്ടോഗ്രാഫ് ക്യാൻ ബി ക്യാപ്ചേർഡ്. ദ ഹെഡ് മേ റിമെയിൻസ് കവേർഡ് ബട്ട് ദ ഫുൾ ഫേസ് conquered should be visible. Further, accessories like turban, അതായത് ഹെഡ് ടർബൻ ഗിയർ ആർ ഓൾസോ അലൗഡ് ആസ് റിലീജിയസ് ട്രഡീഷണൽ പ്രാക്ടീസസ്. ഇതാണ് 2010 ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് പ്രകാരം നിങ്ങൾക്ക് തലയിൽ തട്ടം, അതായത് മുസ്ലിങ്ങൾക്ക് തട്ടം ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ സിഖുകാർ ടർബൻസ് യൂസ് ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ മുഖം കംപ്ലീറ്റ്ലി വ്യക്തമായിരിക്കണം, ഈ നെറ്റിയുടെ ഇവിടെ മുതൽ ഈ താഴെ വരെ, അതുപോലെ ഈ ചെവികളടക്കം. ഇത് പണ്ട് മുതലുള്ളതാണ്. പണ്ട് മുതലേ മുസ്ലിങ്ങൾക്കും ഈ പറഞ്ഞ ഈ കവേർഡ് എന്നപ്പോൾ സിഖ് വംശത്തിലുള്ള ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഇത് അലൗഡാണ്, ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട്. അത് പണ്ടും അങ്ങനെയാണ്, അന്ന് മുതൽ ഈ ആധാർ കാർഡ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇപ്പം പുതുതായിട്ട് നമ്മൾ ആധാർ കാർഡിൽ ഫോട്ടോ അയച്ചു കൊടുത്ത് അപ്ലോഡ് ചെയ്ത പരിപാടി ഉണ്ട്. അങ്ങനത്തെ പരിപാടിക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ കവർ ചെയ്യരുത് എന്നാണുള്ളത്. അത് പുതിയതായിട്ടുള്ള ഒരു നിയമമോ കാര്യങ്ങളോ ഒന്നും അല്ല, 2010 ഇറക്കിയിട്ടുള്ള ഒരു സംഭവമാണിത്. അത് തുടർന്നിട്ട് തന്നെ എല്ലാവരും പോകുന്നത്, അല്ല നരേന്ദ്രമോദി കൊണച്ചുകൊണ്ട് പുതിയതായിട്ട് വന്ന തേങ്ങയും മാങ്ങിയും പണ്ടാരമൊന്നും അല്ലത്. ഇത് ഈ പറഞ്ഞ കാമിനെ പോലത്തെ വിവരദോഷികളായിട്ടുള്ള ചാണക പുഴുക്കൾ വെറുതെ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യം മാത്രമാണ്. ബാക്കി തുടർന്ന് അക്ഷയയുടെ കൊല്ലം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ടു ഇവർ, മനോരമ ന്യൂസ് അവരൊരു ബന്ധപ്പെട്ടപ്പം ശിരോവസ്ത്രം ധരിക്കുന്നതിന് വിലക്കില്ല, നെറ്റിയും ചെവിയും മുഖവും ഉൾപ്പെടെ വ്യക്തമാക്കിയാൽ മതി എന്ന് അവർ അറിയിച്ചു. വളരെ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പ്രചരിക്കുന്ന പോലെ പുതിയ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ പുറത്തിറക്കിയിട്ടുണ്ടോ എന്ന് തിരക്കിയപ്പോൾ UIDAIയുടെ സംസ്ഥാന ഓഫീസിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്, ഓഫീസർ അറിയിച്ചു. അപ്പം ആ ശേഷമായ നിർദ്ദേശം എന്തെന്നും കൂടെ നമ്മൾ അറിയേണ്ടത്. ഇവരുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ വിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു. IT മിഷൻ്റെ വക്താവിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇപ്രകാരമാണ്. ഗൈഡ് ലൈനുകൾ വിവാദമില്ല, മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് പാലിച്ചു വെച്ചിരിക്കുന്നത്. 2010 ആധാർ എൻറോൾമെൻറ്റ് ആരംഭിച്ച കാലം മുതൽ ഉള്ള കാര്യങ്ങളാണ്, അതിനൊന്നും ഒരു ചേഞ്ചസും വന്നില്ല. ഇത് പ്രകാരം ഏത് തരത്തിലുള്ള ശിരോവസ്ത്രം ധരിച്ചാലും നെറ്റിയും ചെവിയും ഉൾപ്പെടെ ആകൃതി വ്യക്തമാകുന്ന വിധം മുഖം പതിയണമെന്നേ ഉള്ളൂ. അതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ജാമിതൻ്റെ മോന്ത കൂർപ്പിച്ച് വെച്ച പോലെ, മറ്റേ തുമ്പിക്കൈ വെച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ എലിയുടെ ചുണ്ട് പോലെ ഇങ്ങനെ സാധനങ്ങളെ തൂക്കി ജാമിത പണ്ട് നടന്ന പോലെ അങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല. അത് പണ്ടും പാടില്ല, എന്നും പാടില്ല. തലയിൽ തട്ടിട്ടുണ്ടൊരു കുഴപ്പമില്ല, നെറ്റി കാണണം, ഇവിടെ കാണണം, ഇവിടെ കാണണം, ഇവിടെ കാണണം, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ആൾക്കാരുടെ ഇടയിൽ ഈ പ്രചരിപ്പിക്കുന്ന ഈ വക സംഗീതീട്ടങ്ങളെ മനസ്സിലാക്കുക. എൻ്റെ പൊന്നു സംഗീതങ്ങൾ നിങ്ങളോടും കൂടെ പറയണം. ഇതിൻ്റെ താഴത്ത് വന്നിട്ട് ജാമ്യതയുടെ ഈ ഒരു പോസ്റ്റിന് താഴത്ത് നിന്ന് പുളകം കൊള്ളുന്ന കുറേ പൊര നിറഞ്ഞ വാണങ്ങളായിട്ടുള്ള സംഗീകളെ ഞാൻ കണ്ടു. എനിക്ക് ചിരിയാ വന്നത് ഈ ന്യൂസ് കണ്ട സമയത്ത്. അപ്പോൾ ഇതിൻ്റെ വാസ്തവം ഇത്രയേ ഉള്ളൂ. ആധാർ കാർഡിൽ ഹിജാബ് ധരിച്ച ഫോട്ടോ ഇനി മുതൽ അനുവദിക്കില്ല എന്ന തെറ്റായിട്ടുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആധാർ കാർഡിനായി ഫോട്ടോ പകർത്തുമ്പോൾ മതത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് തല മറയ്ക്കുന്നതിൽ പ്രശ്നമില്ല. കേട്ടല്ലോ, പ്രശ്നമില്ല. മുഖം മറയ്ക്കരുത്, മുഖം വ്യക്തമായി കാണണം, പുതിയതല്ല, മറിച്ച് നേരത്തെയുള്ള ഒരു സംഭവം മാത്രമാണിത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് യഥാർത്ഥ ന്യൂസ്.
ഇതൊന്നും അറിയാണ്ട് നമ്മുടെ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഗോദി മീഡിയയിലും നമ്മുടെ മോദിപ്പട കാവിപ്പട ചെങ്കപ്പട മറ്റേ പട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാമപ്പട സീതപ്പട എന്നൊക്കെ പറഞ്ഞുള്ള പടയിൽ ഇറങ്ങിയിട്ടുള്ള കുറേ കട്ടൗട്ട് എടുത്ത് ജാവേദ് അങ്ങ് ഘോരം പ്രസംഗിക്കുക ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ. ഇങ്ങനത്തെ ചെറ്റകളൊക്കെ നമ്മൾ എന്താ ചെയ്യലേ? വല്ലാത്ത ജാതി എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ജാതി. തീട്ടം നിന്ന് ജീവിക്കുന്നുണ്ടല്ലോ, സമ്മതിച്ചടി നിന്നൊക്കെ. കഷ്ടം. ചാവുന്ന സമയത്തൊക്കെ നിന്റെ വായിലോട്ട് വല്ലതും മൂത്രം ഒഴിച്ച് തന്നാലെങ്കിലും വലിയ കാര്യം എന്ന് ചിന്തിക്കുക. അത് കുടിച്ചിട്ടെങ്കിലും ചാവ്.